ഹേയ് ഇന്ന് വന്നിട്ട് ഒരു മോർണിംഗ് അല്ല ഈവനിങ്ങും അല്ല, സമയം ഇപ്പോൾ 7 മണിയായി. അതിന് ശേഷമുള്ള വ്ളോഗ് കണ്ടാലോ. ആദ്യം വന്നിട്ട് നമ്മുടെ പണി കത്തിക്കുക. ഇതിനെ കൊതുകിനെ കൊല്ലുക, അതാണിപ്പോൾ മെയിൻ ലക്ഷ്യം. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു നൈറ്റും അല്ല, ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ രാത്രിയായ മെയിൻ ശല്യം നമ്മുടെ കൊതുകാണ്. അപ്പോൾ ഞാൻ കൊതുക് എടുത്ത് ഇതെൻ്റെ മാട്ടുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ആകെ 4 മണിക്കൂറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി കൊതുക് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം കൊതുക് ബാറ്റില്ലാത്ത ജീവിതം ആലോചിച്ച് നോക്കാൻ പോലും പറ്റില്ല. വീട്ടിൽ അത്ര കൊതുകില്ലെങ്കിലും ഞങ്ങളുടെ തൊഴുത്തിൽ നല്ല കൊതുകുണ്ട്. മാട്ടുക്കുട്ടിൻ്റെ അടുത്താണെങ്കിൽ നിറയെ കൊതുകുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം പൊട്ടിക്കില്ലായിരുന്നു പറയും. പിന്നെ അതിനുശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ കുറച്ച് പഠിക്കാനല്ല, നോട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് കേട്ടോ ഇരുന്നത്. ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഡാൻസ്, അതിൻ്റെ തിരക്കായിട്ട് അങ്ങനെയും പോകാൻ നോട്ട്സ് ഒന്നും എഴുതിയില്ല. ക്ലാസ്സിലും ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കണം. നിറയെ ഉണ്ട്. എന്താണെങ്കിൽ ഞാൻ രാവിലെ മുതൽ ഒരേ പണിയാണ്. അങ്ങനെ നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. മാത്സ് ആയിരുന്നു കേട്ടോ കംപ്ലീറ്റ് ആക്കാണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം എൻ്റെ നായ്ക്കുട്ടിൻ്റെ അടുത്ത് പോയി കളിച്ചു കേട്ടോ കുറച്ച് നേരം. അവളുടെ അടുത്ത് പോയിരുന്ന് അവളുടെ അടുത്ത് നിന്ന് എന്നെ വിടുകയില്ല. അവൾ അങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അവളുടെ അടുത്ത് കളിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം നേരെ അടുക്കളയിലേക്കാണ് പോയത്. അവിടെ മല്ലിത്താഴ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ എൻ്റെ അടുത്ത് ചമ്മന്തി അരയ്ക്കാം. അങ്ങനെ ഞാൻ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ചമ്മന്തിയും കൂടി ചോറും ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. വയറ് നിറയെ ചോറുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരും കേട്ടോ. അങ്ങനെ ഞാൻ ചോറും ഉണ്ടിട്ട് നേരെ പോയി കിടന്നു.